ശരിക്കും ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ലോൺ കിട്ടില്ല എന്നുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ട് ആളുകളുടെ ഇടയിലുണ്ട്, യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുണ്ട്. ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബാങ്കിന് ലോൺ തരാണ്ടിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾക്ക് പുതിയ കസ്റ്റമേഴ്സിന് കിട്ടില്ല. സ്കോറാണ് ഇമ്പോർട്ടന്റ്. സ്കോർ എന്ന് പറയുന്നത് ഏത് സ്കോർ, ഇപ്പൊ ബാങ്കുകൾ അനുസരിച്ചിട്ടും പ്രോഡക്റ്റ് അനുസരിച്ചിട്ടും സെക്യൂരിറ്റി നിങ്ങൾ കൊടുക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് വരാം. ക്രെഡിറ്റ് സ്കോർ അല്ലാത്ത ആളുകൾ -1 ആണ് സ്കോർ ആയിട്ട് കാണിക്കുക. അപ്പൊ -1 എന്ന് പറയുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ബാങ്കുകാർക്ക് ഉടനെ മനസ്സിലാവും ഇയാൾക്ക് ഇതേവരെ ഒരു ലോൺ എടുത്തിട്ടില്ല, ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ ഇൻഡിപെൻഡന്റ്ലി ഇപ്പൊ നിങ്ങളുടെ ഇൻകവും ഹിസ്റ്ററിയും എല്ലാം നോക്കിയിട്ട് അതിന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റി നോക്കിയിട്ട് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരും. അതേസമയം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് 450 500 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് റീപേയ്മെന്റ് ഹിസ്റ്ററീസ് വളരെ മോശമായി. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ലോൺ കിട്ടും എന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ട്. അതും ശരിയല്ല. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ബാങ്കുകളുടെ ക്രെഡിറ്റ് അപ്രൈസലിന്റെ ഒരു പാരാമീറ്റർ മാത്രമാണ്. അതിന്റെ ഒപ്പം വേറെ പല പാരാമീറ്റേഴ്സും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നോക്കുക.